നേരം വെളുത്ത് 3 മണിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പരവര വെളുക്കുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ഉള്ളത് സ്ലൗവിലാണ്. ലണ്ടനിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയിൽ വന്നേക്കുന്നതാണ്. സോ ഇത് കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണെന്ന്. മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം, നമ്മുടെ ബക്കിംഗ്ഹാം പാലസാണ്. സോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ വെളുപ്പിന് ഞങ്ങൾ എവിടെ പോവാന്ന് അല്ലേ? അതെ, ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ്. യാത്ര ഒരു ടൂറിസ്റ്റ് പർപ്പസ് അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ പോകുന്നത് കണ്ടോ, ബില്ലിംഗേറ്റ് മാർക്കറ്റിലോട്ടാണ്. അപ്പോൾ ലണ്ടൻ അല്ല UK-യിലുള്ള എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും ബില്ലിംഗേറ്റ് മാർക്കറ്റിനെ പറ്റി. അതൊരു ഓപ്പൺ ഫിഷ് മാർക്കറ്റാണ്. നമുക്ക് ബൾക്കായിട്ട് ഫ്രഷായിട്ട് നല്ല അടിപൊളി മീൻ നമ്മുടെ ഈ സാധാരണ ഷോപ്സിലൊക്കെ വരുന്നതിനേക്കാളൊക്കെ റേറ്റ് കുറച്ച് കിട്ടുന്ന ഒരു ഒരു മാർക്കറ്റാണ്, ഒരു ഓപ്പൺ മാർക്കറ്റാണ്. അപ്പോൾ അത് ഓപ്പൺ ആകുന്നത് 4 o'clock ഏർലി മോർണിംഗിലാണ്. 4 to 6:30 വരെ ഉണ്ടാവും. സോ ആ സമയത്ത് നല്ല റഷാണ്. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ വെറൈറ്റീസ് ഉണ്ട് അവിടെ ഇഷ്ടം പോലെ. ഇതുണ്ടോ, ഇതൊക്കെ ജീവനോടെ ഉള്ളതാണ്. അപ്പം നല്ല ഫ്രഷായിട്ട് നമ്മൾ കടൽ മത്സ്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക, സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പോയി വാങ്ങാവുന്ന ഒരു സ്ഥലമാണ്. ബൾക്കായിട്ട് മേടിക്കണം. നമ്മളിപ്പോൾ സാധാ ഷോപ്പിൽ പോകുന്നത് പോലെ 1 കിലോ അല്ലെങ്കിൽ 1/2 കിലോ അങ്ങനെയല്ല. നമ്മളിത് ബൾക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സസ്തയിൽ, അതായത് റേറ്റ് കുറച്ച് കിട്ടും. കണ്ടോ, ഇപ്പം നിങ്ങളെ വീഡിയോ സൂക്ഷിച്ചാണ് ജീവനോടെ ഇരിക്കുന്ന ഇതിനെ കാണാൻ. കണ്ടോ, അത്യാവശ്യം നമ്മുടെ സാധാ ഷോപ്പുകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ റേറ്റിന് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഞണ്ടിനെ ജീവനോടെ എടുത്ത് കൈ പിടിക്കുന്നത്. അത് നല്ല ഷാർപ്പാണ് അതിൻ്റെ അത് അറ്റാക്ക് സാധ്യതയുണ്ട്. ഭയങ്കര കെയർഫുള്ളായിട്ടാട്ടോ പിടിച്ചത്. പിന്നെ ഞങ്ങളിവിടെ ചെന്നപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഇവിടെ കണ്ട വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം മലയാളീസാണ് ഇവർ സെയിൽ ചെയ്യാൻ നിൽക്കുന്നത്. അതവർ ചിലരുടെ ഓൺ ഷോപ്പാണ്, ചിലർ ജോലിക്കായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് പ്രശ്നവും ഇല്ല. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ എടുത്ത് പറഞ്ഞ് ഇങ്ങനെയുള്ള മീനാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാം. ഇതിപ്പോൾ ഞാനൊരു എല്ലോഫിൻ ട്യൂണയാണ് എടുത്തേക്കുന്നത്. അത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. ഡെലിവറിയൊക്കെ വരുന്നു. സോ നേരത്തെ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. പുള്ളി മലയാളിയാണ്. ഒരു നല്ല ഫിഷ് വേണം അച്ചാറിടാനാന്ന് പറഞ്ഞപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞങ്ങൾ അത് വാങ്ങിച്ചു. KG കണക്കിനല്ല, നമ്മൾ പീസായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയുള്ള ഐസ് ബോക്സിൽ ഭയങ്കര സെക്യൂർഡായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് നമുക്ക് തന്ന് വിടുന്നത് അവർ. ഐസൊക്കെ ഇട്ട് സീൽ ചെയ്ത് വരുമ്പോൾ അത് വാട്ടർ ലീക്കാവുമോ അല്ലെങ്കിൽ മെൽറ്റായിട്ട് പോയിട്ട് നമ്മൾ ചീത്തയായി പോവോ, വണ്ടിയിൽ അങ്ങനെ സ്മെല്ല് വരികയൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ബോക്സ് ആയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് മത്തിയാണ്. എനിക്കത് കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. പാക്ക് ചെയ്ത് വന്നേക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ മത്തി വാങ്ങിച്ചിട്ടില്ല. ബാക്കി ഞങ്ങൾ കുറേ വെറൈറ്റീസ് ഫിഷ് വാങ്ങിച്ചു. അങ്ങനെ എന്താ പറയുക, ഇത് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ ഫ്രണ്ട് അഭിലാഷും ഫാമിലിയാണ്. അവരിവിടെ സ്ലൗവിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഈസി ആയിട്ട് വന്നിട്ട് വേണം വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്തൊക്കെ വന്ന് ഇവർക്ക് ഫ്രഷായിട്ട് മീൻ മേടിച്ചുകൊണ്ട് പോകാം. നമ്മളിപ്പോൾ ഈ വെയിൽസിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ട്രാവൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കൂടുതലായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഇതിനകത്തോട്ട് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ടുള്ള വലിയൊരു മാർക്കറ്റ്, ഇഷ്ടം പോലെ മീൻ, പല സ്റ്റോറുകളായിട്ട് പല ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ട് വിൽക്കുന്നു. പക്ഷേ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും തന്നെ ഏകദേശം ഒരു സെയിം റേറ്റിലാണ് പോകുന്നത്. ചിലരുടെ അടുത്ത് 1 pound 2 pound ഒക്കെ കുറവുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളി ചെക്കന്മാരുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടുകാരോട് ഒരു സ്നേഹത്തെ പ്രതി നമുക്ക് കുറച്ചൊക്കെ റേറ്റ് കുറച്ചൊക്കെ തരും കേട്ടോ, ബാക്കിയുള്ളവരെക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ മീൻ മേടിച്ചതെല്ലാം ഫുള്ളി ചുറ്റി നടന്ന് കണ്ടു എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഫുള്ളും വാങ്ങിച്ചത് നമ്മുടെ മലയാളീസിൻ്റെ അടുത്തു നിന്ന് തന്നെയാണ്. അവർക്കും ഒരു ഹെൽപ്പ്, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കും ഒരു ഈസി, നമ്മുടെ നാട്ടിലൊക്കെ ചെന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ഫീല് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് സത്യത്തിൽ എന്നെ കൊണ്ടുപോകാൻ ജീനുവിന് ഒട്ടും പ്ലാനില്ലായിരുന്നു, കാരണം വയ്യാതിരിക്കുന്നത് കൊണ്ട്. പക്ഷെ അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഓക്കെ എന്നാൽ ജീനു അഭിലാഷും കൂടെ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞ് അവരെ എരിവ് കയറ്റി. പക്ഷേ കാര്യത്തോടടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വെളുപ്പിന് 3 മണിയായപ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ തലേദിവസം പോയി സ്ലവിൽ അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് ഏർലി മോർണിംഗ് പോയത്. അപ്പോൾ 3 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് നേരെ അങ്ങ് പോയി. 4 മണിയായപ്പോഴത്തേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളിവിടെ എത്തി.
ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. എന്താ പറയുക, ഫ്രഷാണ്. എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്ത അതാണ്. ഫ്രോസൺ ആയിട്ട് വെച്ചേക്കുന്ന മീനാണ് നമ്മളിവിടെ ഇന്ത്യൻ ഷോപ്പുകളിലും അല്ലെങ്കിൽ ഇവിടങ്ങളിലൊക്കെ കിട്ടുന്നത്. അതല്ലാതെ സെയിൽ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ അവരുടെ വില ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർ കൊണ്ടുവന്ന് ഈ ലണ്ടനിൽ നിന്നും പിന്നെ അല്ല അങ്ങനെയുള്ള ബൾക്കായിട്ടുള്ള സ്റ്റോറിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് നമുക്ക് തരുമ്പോൾ അവർക്ക് ലാഭം വേണം. അപ്പം അതിൻ്റെതായ റേറ്റ് നിങ്ങളുടെ ബായിക്ക് വലിയ ഭംഗിയൊന്നുമില്ല. അങ്ങനെ പരപരാ വെളുക്കുന്നതിന് മുമ്പ് 4 മണിക്ക് നമ്മൾ മാർക്കറ്റിൽ വന്ന് നല്ല അടിപൊളി ഫ്രഷ് പിടയ്ക്കുന്ന മീൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. കാരണം ഞങ്ങൾ ഇടുക്കിയിൽ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മീൻ, ഇത്രയും വെറൈറ്റി ഒന്നും ഇല്ല. ആകെപ്പാടെ കുറച്ച് മത്തി അയലയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച മത്തിയും അയലയൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഡാമിലെ മീൻ മേടിക്കണം. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ട് ദുബൈയിലായിരുന്നപ്പോൾ ഞാൻ ദുബൈ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും UK യിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കിട്ടുന്നത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. സോ അത്യാവശ്യം കുറേ മീൻ മേടിച്ചു കേട്ടോ. അതെല്ലാം ചുമന്നുകൊണ്ട് അഭിലാഷും ജിനുവും കൂടെ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 2.5 hour ട്രാവലുണ്ട്. അപ്പം ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി അവർ സ്പെഷ്യലായിട്ട് ഐസ് ബോക്സും അതിനകത്ത് ഐസൊക്കെ ഇട്ട് സെറ്റ് ചെയ്താണ് തന്നേക്കുന്നത്. ഇതെല്ലാം ഓരോ സെക്ഷൻ തിരിച്ച് നമ്മൾ വാങ്ങിച്ചതാണ്. വേണ്ട, ഇനി ഇതൊരു ബ്ലാക്ക് കവറും കൂടെ ഇട്ട് കെട്ടി വെക്കും. അപ്പോൾ പിന്നെ ലീക്ക് ആവില്ല എന്നൊരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ നമ്മുടെ മലയാളി പിള്ളേരായത് കാരണം എക്സ്ട്രാ കുറേ ഐസ് ഒരു കവറിനകത്ത് തന്നു. അപ്പം നമുക്ക് കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ള് നമ്മുടെ വെയിൽസിലോട്ട് കടത്താനുള്ള മീനാണ്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ദൈവമേ ഇത് മൊത്തത്തിൽ ഇതിൽ രണ്ടുപേരോട് അടിച്ച് തീർക്കാനുള്ളതാണ്. അല്ല, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. മീറ്റിനേക്കാളും ഒക്കെ ഹെൽത്തി പിന്നെ ടേസ്റ്റിയും ഒക്കെ ഫിഷ് തന്നെയാണ് എപ്പോഴും. പിന്നെ യുദ്ധം പ്രമാണിച്ച് പണ്ടത്തെ റേറ്റ് അല്ല, ഇപ്പോൾ കുറച്ച് വില കൂടിയിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല റേറ്റ് കേട്ടിട്ടുണ്ട്. 35 pounds കിട്ടിക്കൊണ്ടിരുന്ന ഒരു ബോക്സ് ഒക്കെ ഇപ്പം അത് നേരെ ജമ്പ് ചെയ്ത് 46, 47 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. യുദ്ധം എല്ലാ രീതിയിലും എല്ലാ മേഖലയെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രഷാണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഫ്രോസൺ മേടിച്ച് എപ്പോഴും കഴിക്കുന്നതിനേക്കാൾ നല്ലത് വല്ലപ്പോഴും ഇങ്ങനെ വന്ന് മേടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ കൂടുതലും ഇത്രയും ബൾക്കായിട്ട് മേടിക്കാനും കാരണം ഡെലിവറി ഒക്കെ വരികയാണ്. അന്നേരം മമ്മി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഇൻ കേസ് വരാൻ പറ്റിയില്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ജിനുവും കൊച്ചും കഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ കുറച്ച് മീൻ അച്ചാറൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ അച്ചാറിട്ട് വെക്കണം. പിന്നെ കുറച്ച് കട്ട് ചെയ്ത് ഇപ്പം നമ്മൾ അരപ്പൊക്കെ തേച്ചങ്ങ് എടുത്ത് വെക്കുവാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാനോ ഒക്കെ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യെല്ലോ ഫിൻ ടൂണ വാങ്ങിച്ചിട്ടുണ്ട് അച്ചാറിട്ട് വെക്കാൻ. പിന്നെ നമ്മുടെ ഓലക്കുടിയൻ, പിന്നെ ആവോലി, നത്തോലി, അങ്ങനെ പിന്നെന്താ വാങ്ങിച്ചത്, പ്രോൺസ് വാങ്ങിച്ചു. പ്രോൺസ് നല്ല വിലക്കുറവിൽ തന്നെ കിട്ടി. അങ്ങനെ കുറേ വാങ്ങിച്ചു. ബൾക്കായിട്ട് വാങ്ങിച്ചതിൻ്റെ റീസൺ അതാണ്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നത്, പക്ഷേ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഉള്ളവർ സമയമൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് മേടിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഈ ഫ്രോസൺ മേടിക്കുന്നതിനേക്കാളും കുറച്ച് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. സോ എല്ലാവരും വരിക, കാണുക.